വാർത്തകൾ വിശദമായി. LDF സർക്കാരിന്റെ കാലത്തെ വ്യവസായ വളർച്ചയെ പ്രശംസിച്ച ശശി തരൂർ MPക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. സംസ്ഥാനത്തിന്റെ വളർച്ച സംബന്ധിച്ച് തരൂരിനറിയില്ലെന്നും പഠിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അതേസമയം കോൺഗ്രസിനുള്ളിൽ തന്നെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞത് 16 വർഷമായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. നമ്മളുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം. നമ്മളുടെ യുവാക്കൾ ഈ സംസ്ഥാനം വിട്ടിട്ട് വേറെ സംസ്ഥാനങ്ങൾ വേറെ രാജ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ മാറ്റാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. നമ്മൾ ഇനിഷ്യേറ്റീവിന് സഹായിക്കണം, നമ്മൾ പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ സഹായിക്കണം, അവരെ ഇവിടെ കൊണ്ടുവരണം. ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഈ കേരളത്തിൻ്റെ ഓരോരോ തിരഞ്ഞെടുപ്പിലും എൻ്റെ നിങ്ങൾ മാരാമൺ കൺവെൻഷനിൽ സ്പീച്ച് കേട്ടോളൂ, കാത്തലിക് യൂത്ത് ലീഗിൻ്റെ കോൺഫറൻസിൽ സ്പീച്ച് കേട്ടോളൂ. ഇതെല്ലാം പുതിയ കാര്യങ്ങളല്ല, ഞാൻ എപ്പോഴും ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഞാനൊരു അന്താരാഷ്ട്രീയ മേഖലയിൽ റിപ്പോർട്ട് കാണുന്നു, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട്. അപ്പോൾ അതിൽ പറയുന്നത് അതിശയപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ആർട്ടിക്കിൾ എഴുതിയത്. ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കേണ്ടത്. ഞാൻ 16 വർഷം ആവശ്യപ്പെട്ട് അതിന് പെട്ടെന്ന് ഇത് റിപ്പോർട്ട് വന്നു, ഇത് സ്റ്റാർട്ടപ്പ് മേഖല ചെയ്തിട്ടുണ്ടെന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, ഉമ്മൻചാണ്ടിയാണ് ആദ്യം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥാപിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാർ സമയത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിച്ചത് 2014. അതാണ് ഇപ്പോഴത്തെ സർക്കാർ, നിലവിലുള്ള സർക്കാർ അതിലേക്ക് എത്തിയിട്ട് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത്. നല്ല കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കണം എന്ന് എൻ്റെ വിശ്വാസമാണ്. പ്രത്യേകിച്ച് ഞാൻ ആവശ്യപ്പെട്ടത്, നിങ്ങൾ എൻ്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കൂടി കാണാം. ഞാൻ പ്രചാരണ പ്രസംഗം പോട്ടെ, യൂട്യൂബിലുള്ള പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ അറിയൂ ഞാൻ എന്താണ് ആവശ്യപ്പെട്ടതെന്ന്. ആ ആവശ്യപ്പെട്ട കാര്യമാണ് ഞാൻ അംഗീകരിച്ചത്. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെക്കുറിച്ച് മൊത്തം എഴുതിയതല്ല, ഞാൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ച് മാത്രമാണ്. അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കേരളത്തിൻ്റെ എക്കോണമിയെക്കുറിച്ച് പല കുറ്റങ്ങളുണ്ട്, പല കുറവുകളുണ്ട്, പല കാര്യത്തിൽ നന്നാക്കാൻ ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. നമ്മൾക്കറിയാം നമ്മുടെ തൊഴിലില്ലായ്മ ഭയങ്കര ഹൈയാണ്. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്, യുവ തൊഴിലില്ലായ്മ ജമ്മു ആൻഡ് കാശ്മീർ കഴിഞ്ഞിട്ട് എല്ലാം വെച്ച് മോശം ഇന്ത്യയിൽ കേരളമാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർഷക മേഖലയിലുള്ള ക്രൈസിസ്, അത് കാഷ്യൂ ആയ ശരി, റബ്ബറായ ശരി, പൈനാപ്പിൾ ആയ ശരി, നമ്മളെല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്. എല്ലാം ബുദ്ധിമുട്ടിലാണ്. നമ്മൾ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഇപ്പോൾ കൂടി നഷ്ടത്തിലാണ്. ഭൂരിപക്ഷം ഒരു 80% നമ്മുടെ PSUs നഷ്ടത്തിലാണ് ഇരിക്കുന്നത് കേരളത്തിൽ. സ്റ്റേറ്റ് PSUs ആണ് ഞാൻ പറയുന്നത്. അതേപോലെ ഓരോരോ കാര്യത്തിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയെക്കുറിച്ച് ഞാൻ എത്ര സംസാരിച്ചിട്ടുണ്ട്, പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ സർക്കാർ ചെയ്യുന്ന നമ്മളുടെ എക്കോണമിയെ നയിക്കുന്നത് എല്ലാം 100% കൃത്യമാണെന്ന്. ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയത്തിനെക്കുറിച്ച് പറഞ്ഞു, അതിലും ഫാക്ട്സും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അഥവാ ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വേറെ ഫാക്ട്സ് ഇറക്കിയാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമില്ലാതെ ഞാൻ എഴുതില്ല, സംസാരിക്കില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഈ സർക്കാരിനോ ഈ സർക്കാരിൻ്റെ നയിക്കുന്ന എക്കോണമിക്ക് ഒരു 100% മാർക്ക് കൊടുത്തിട്ടില്ല. ഒരു മേഖലയിൽ അവർ ചെയ്ത കാര്യത്തിൽ ഞാൻ റിപ്പോർട്ടിൽ വായിച്ചിട്ട് അതിനെ കോട്ട് ചെയ്ത് സൈറ്റ് ചെയ്ത് പിന്തുണ കൊടുത്തു. ഇത് നല്ലതാണ്, ഇത് ആര് ചെയ്താൽ. ഞാൻ പ്രത്യേകിച്ച് ആർട്ടിക്കിളിന് അവസാനത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത തവണ നിങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഞങ്ങളിതിനെ തുടർന്നാൽ നിങ്ങൾ അതിനെ എതിരിക്കരുത് എന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആവശ്യം കേരളത്തിൻ്റെ ആവശ്യമാണ്. ഞാനൊരു മലയാളി ജനപ്രതിനിധിയായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നതും സ്വീകരിച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും. ഇതിൽ ഞാൻ CPMൻ്റെ പേരേ ഇല്ല ആർട്ടിക്കിളിൽ. ഞാൻ രാഷ്ട്രീയമോ പാർട്ടി പോളിറ്റിക്സ് അല്ല പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു ആവശ്യം കണ്ടിട്ട് ആ ആവശ്യത്തിനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് സത്യമാണെങ്കിൽ എന്നും കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ നന്നായി. ശശി തരൂരിന്റെ ലേഖനം കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. LDF സർക്കാരിന്റെ കാലത്തെ വ്യവസായ വളർച്ചയെ പ്രശംസിച്ച ശശി തരൂർ MPക്കെതിരെ കോൺഗ്രസ് നേതാവ് K മുരളീധരനും രംഗത്തുവന്നു. തരൂർ സ്വയം തിരുത്തണമെന്നും ലേഖനം കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് അടിക്കാനുള്ള ആയുധമായെന്നും K മുരളീധരൻ പറഞ്ഞു. തരൂർ അധികാരത്തിന് പിന്നാലെ പോകുന്ന ആളാണെന്ന് താൻ കരുതുന്നില്ല. അദ്ദേഹത്തിന് പാർട്ടിയിൽ സ്ഥാനം കൊടുക്കണമെന്ന് വാദിച്ചയാളാണ് താൻ. രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കില്ലെന്ന് തരൂർ പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരനെ പോലെ പ്രവർത്തിച്ചതിനാലാണ് 4 തവണ അദ്ദേഹം വിജയിച്ചതെന്നും K മുരളീധരൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ശശി തരൂരിനെതിരെ തെളിവുകൾ നിരത്തിയാണ് VD സതീശൻ രംഗത്തെത്തിയത്.
കേരള സംസ്ഥാനം വ്യവസായ സൗഹൃദമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകും. രാഷ്ട്രീയത്തിനപ്പുറമുള്ള പൂർണ്ണമായ പിന്തുണ അതിന് വേണ്ടി നൽകും. കാരണം കേരളത്തിൽ ഇത്രമാത്രം ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്. അവർക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കി കേരളത്തിൻ്റെ സാമ്പത്തിക വികസനം സാധ്യമാക്കുന്ന, സാമൂഹ്യ വികസനം സാധ്യമാക്കുന്ന ഒരു വ്യാവസായിക വളർച്ച സംസ്ഥാനത്തുണ്ടാകണം. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ തെറ്റായ കണക്കുകൾ കൊണ്ട് ഏച്ച് കെട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മളൊരു കാര്യം കണ്ടു. കൊച്ചു കേരളം കോവിഡിനെ പിടിച്ചു കെട്ടി എന്ന BBC ലേഖനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. PR ഏജൻസികളെ വെച്ചുകൊണ്ടാണ് അന്ന് ആ BBC ലേഖനം വരെ വന്നത്. പിന്നീട് യാഥാർത്ഥ്യം പുറത്തു വന്നു. കേരളം കോവിഡ് കാലത്തുണ്ടായ യഥാർത്ഥ മരണങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. 28,000 മരണങ്ങളാണ് ഔദ്യോഗികമായ കണക്ക് പുറത്തുവിടാതെ കേരളം വെച്ചത്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, രേഖകൾ പരിശോധിച്ചാൽ അറിയാം, കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച 2ാമത്തെ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗം ബാധിച്ച 2ാമത്തെ സംസ്ഥാനമാണ്. 1ാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ കേരളത്തിൻ്റെ 3 ഇരട്ടി പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്. പിന്നെ BBC തന്നെ അത് കറക്റ്റ് ചെയ്തു പിന്നീട് ആ ഒരു ആദ്യം എഴുതിയ കാര്യം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അതിന് സമാനമാണ് ഈ വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ. ഒന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംബന്ധിച്ച കാര്യത്തിൽ കേരളം 1ാമതെത്തിയെന്നാണ് സർക്കാരിൻ്റെ ആദ്യ അവകാശവാദം. ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ 2021 തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി. വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ലോക ബാങ്ക് നിർത്തലാക്കിയത്. 2021 മുതൽ ആ സൂചികയില്ല. കാരണം ഒരുപാട് പേര് ഇത് മാനിപ്പുലേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. ചൈനയ്ക്ക് അനുകൂലമായിട്ട് റാങ്കിങ് നൽകാൻ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്തു തുടങ്ങിയ ആരോപണങ്ങൾ, ഒരുപാട് സംരംഭങ്ങൾ, ഒരുപാട് സ്റ്റേറ്റുകൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് ആ ഡാറ്റ മുഴുവൻ ഇറഗുലാരിറ്റീസ് ഉള്ളതുകൊണ്ടാണ് വേൾഡ് ബാങ്ക് ആ സൂചിക, ആ ഇൻഡിക്കേറ്റർ തന്നെ നിർത്തലാക്കി. രണ്ടാമത് ഗവൺമെൻറ് പറയുന്നത് 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ്. ഇത് അപ്പോൾ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു 2000 പുതിയ സംരംഭങ്ങൾ വെച്ച് വരണം. 3 ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായി 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ട്. 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ 30,000 കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും. നമ്മുടെ സ്റ്റേറ്റിൻ്റെ രാജ്യത്തെ GDP-യുടെ എക്കോണമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ സംഭാവന എന്ന് പറയുന്നത്, നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3.8%. 2022-ലും 2023-ലൊക്കെയാണ്. അതിപ്പോൾ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട്, റിലേറ്റീവ് ഇക്കണോമിക് പെർഫോമൻസ്